ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 അക്കൗണ്ടൻസിയുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോമും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോമും കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നിരുന്നു. ഇന്ന് പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു കണക്ക് ഇവിടെ ഇടാം, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇടാം. എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് sharing profit and loss, are partners sharing profit and loss in the ratio of 5:3:2. Profit and loss in the ratio of 5:3:2. In the ratio of 5:3:2. Their capital balance at the end of the year, their capital balance at the end of the year were A rupees 80,000, B rupees 50,000, B rupees 50,000, and C 30,000. Then B is entitled to a salary of rupees 5,000, salary of rupees 5,000, and C a commission of rupees 4,000, and C a commission of rupees 4,000. Interest on capital at 5% per annum. Interest on capital at 5% per annum. ഒരു വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്. their drawings were, അവർക്ക് വിഡ്രോവൽ ഉണ്ട്. their drawings were A rupees 5,000, B rupees 3,000, and C rupees 2,000. Interest on drawings allowed. Allowed is A rupees 350, then B rupees 250, and C rupees 200. The profit before charging the above adjustments. The profit before charging the above adjustments was rupees 70,000. Profit. Prepare profit and loss adjustment account. And പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്ത് നോക്കാം.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ഇവിടേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ്. നെറ്റ് പ്രോഫിറ്റ് 70,000 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. $70,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ @ ബി സെൻഡേറ്റഡ് ടു എ സാലറി ദെൻ 5% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്ക് 4,000 വരും. അതായത് ക്യാപിറ്റലിൻ്റെ 5% എടുത്താൽ മതി. 4,000 എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4,000. ദെൻ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500. സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8,000 വരും. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8,000. ഇനി ബിയുടെ സാലറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയുടെ സാലറി ഡെബിറ്റ് ചെയ്യുക. ബീസ് സാലറി 5,000. പിന്നെ സീസ് കമ്മീഷൻ, സിക്ക് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സിയുടെ കമ്മീഷൻ ഡെബിറ്റ് ചെയ്യുക. സീസ് കമ്മീഷൻ 4,000. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എ 250, ബി എ 350, ബി 250, സി 200. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 800 വരും. ഇനി പ്രോഫിറ്റ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പ്രോഫിറ്റ് പാർട്ട്ണർമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ടു പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് അവർക്ക് ഓരോരുത്തർക്കും ഉള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. എ ബി സി ആകെ ഇവിടെ പ്രോഫിറ്റ് 57. ഇതിൻ്റെ ടോട്ടൽ 70,800. ആ 70,800 ഇവിടേക്ക് ടോട്ടൽ കൊണ്ടുവരിക. എന്നിട്ട് ഡെബിറ്റ് സൈഡിലെല്ലാം മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 57,800 കിട്ടും. ഈ 57,800 5:3:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ വിധിക്കുക. 57,800 5:3:2, അതായത് 5/10. ഇയാൾക്ക് 57,800ൻ്റെ 3/10. ഇയാൾക്ക് 57,800ൻ്റെ 2/10 ഇയാൾക്ക് കൊടുക്കുക. അപ്പോൾ 28,900, 17,340 ആൻഡ് 11,560 വരെ ഇവർക്ക് ഓരോരുത്തർക്കും പ്രോഫിറ്റ്. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് 57,800. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത് വീണ്ടും ക്വസ്റ്റ്യനും ആൻസർ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെങ്കിൽ, ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു.